അല്ലേ? ഒരു കുടം വെള്ളത്തിലിങ്ങനെ ഇറക്കി മുക്കി പിടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കുടത്തിൻ്റെ ഉള്ളിൽ വെള്ളം, പുറത്ത് വെള്ളം. കുടം പൊട്ടിച്ചാലോ കുടത്തിനകത്ത വെള്ളവും പുറത്തെ വെള്ളവും ഒന്നായി, അല്ലേ? ഈ ചുമര അങ്ങോട്ട് തട്ടിക്കളഞ്ഞാലോ ഇതിനകത്തുള്ള സ്പേസും പുറത്തുള്ള സ്പേസും ഒന്നാകും കണക്കേ. ഒന്നാണത്. നമ്മുടെ ഭാഷയിൽ പറയാ, നമുക്കിപ്പോൾ രണ്ടെന്ന് തോന്നലുള്ളതുകൊണ്ടേ പറയാ. അതുപോലെ പറയാണ് ഈ ജീവൻ ബ്രഹ്മത്തിൽ ചേരുന്നു. വാസ്തുവിൽ ചേരലൊന്നുമില്ല, വന്നിട്ടുണ്ടെങ്കിലല്ലേ അതിൽ ചേരലുള്ളൂ, വേർപെട്ടിട്ടുണ്ടെങ്കിലല്ലേ. നമ്മുടെ വാക്കൽ പരിമിതികളെ കൊണ്ട് അങ്ങനെ പറയാം. അങ്ങനെ പതിച്ചിടുന്നു ദേഹം ഒരിടത്ത്. ആ സമയത്തോ കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു കുതിച്ചിടുന്നു ജീവനും അപ്പോഴേ. ആത്മസാക്ഷാത്കാരം നേടി ജീവൻ മുക്തനായ ഭാഗവതോത്തമന്റെ സ്ഥിതി പ്രാരബ്ധം ഒടുങ്ങണവരെ അതങ്ങനെ സഞ്ചരിക്കും ലോകാനുഗ്രഹത്തിന്. അങ്ങനെ ഉള്ള പ്രാരബ്ധം ആ മഹാത്മാക്കൾക്ക് ഉണ്ടായ നമുക്കൊക്കെ അനുഗ്രഹം. അവസാനം പ്രാരബ്ധം തീർന്നോടെ പാമ്പ് ഉറ ഒഴിക്കും പോലെ ഈ ശരീരം വീണു. അദ്ദേഹം ഭഗവത് സ്വരൂപിയായി ബ്രഹ്മസ്വരൂപത്തിൽ വിലയിച്ചു. അതാണ് കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കാണുമ്പോഴേക്കും കുതിച്ചിടുന്നു ജീവനും അപ്പോഴേ എന്ന് പറഞ്ഞത്. ഇങ്ങനെ ശക്തി വേറിട്ടു സഞ്ചരിച്ചിടുവാൻ പാത്രമായില്ല എന്നതു കൊണ്ടേതും പരിതാപം മനസ്സിൽ മുഴുകേണ്ട തിരുനാമത്തിൻ മാഹാത്മ്യം കേട്ടാലും. ഇത് കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും ഇത് ഏതൊരു നില, നമ്മളെവിടെ? ശരിയോ? ആരുടെ നിലയെ പറഞ്ഞത്? ഇപ്പൊ സർവചരാചരങ്ങളെയും ഭഗവത് സ്വരൂപമായി കണ്ട് ചരാചരങ്ങളെ മുഴുവനും വീണ് നമസ്കരിച്ച് ആ ഭക്തി സുധയിലങ്ങനെ ആനന്ദമത്തനായിക്കൊണ്ട് ശരീരാഭിമാനം തെല്ലുമില്ലാതെ അങ്ങനെ പ്രാരബ്ധാവശേഷം അവസാനം വരെ ഇങ്ങനെ ആനന്ദത്തിലങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് എവിടെയെങ്കിലും ആ ശരീരം അങ്ങോട്ട് വീണ് ആ ഭഗവന്മയനായി തീർന്ന ആ ധന്യാത്മാവിൻ്റെ ആ അവസരം കേൾക്കുമ്പോൾ എനിക്കൊക്കെ ഇങ്ങനെയൊക്കെ വിട്ടിട്ട് എല്ലാം ഉപേക്ഷിച്ച് അങ്ങനെ പോവാറൊന്നും ആയിട്ടില്ലല്ലോ. എനിക്ക് കുട്ടി, പെരക്കുട്ടി, അച്ഛനമ്മ, ഭാര്യ, ഭർത്താവ്, ഇതൊക്കെ മമതയുണ്ട് അല്ലേ? നോക്കൂ, ഉദാഹരണം പറയാ, ഈ പറഞ്ഞ നിലയാണ് വേണ്ടത്. ഉത്തമ ഭക്തന്റെ നില ഇതാണ്. ആ നാമജപത്തിലൂടെ ഭഗവത് ഭക്തിയിലൂടെ ഈശ്വരനെ സാക്ഷാത്കരിച്ച ഭക്തൻ ഇങ്ങനെയാണ് ലോക ജീവിതം നയിക്കുന്നതും അവസാനം ആ ശരീരത്തെ വിട്ട് ആ ഭഗവത് സ്വരൂപത്തിൽ തിരിച്ചെത്തുന്നതും. എന്നാൽ ഇത്രയ്ക്ക് നമ്മളായിട്ടില്ല. കാരണം അത്രയൊന്നും വിരക്തി നമുക്ക് വന്നിട്ടില്ല. അതാണ് ഇപ്പൊ കാര്യം. കാര്യം എന്താ? ആസക്തി ഇരിക്കൊണ്ടാണല്ലോ. അപ്പൊ ഇതൊക്കെ വിട്ടിട്ട് ഇങ്ങനെ പോകാൻ പറ്റുമോ? ഉദ്ധവനോട് പറഞ്ഞു ഭഗവാൻ, ഉദ്ധവരെ നീ എല്ലാം ഉപേക്ഷിക്കടാ, എല്ലാത്തിനോടുള്ള മമത ഉപേക്ഷിക്കുക. എന്നിട്ടോ മനസ്സ് എന്നിൽ ഉറപ്പിച്ചുകൊണ്ട് ഞാനാണ് ഈ കാണുന്ന ചരാചര പ്രപഞ്ചം മുഴുവനായിരിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗച്ഛോധ്വ, പൊക്കോളൂ ഉദ്ധവരെ, ഗച്ഛ, പോ, ഇവിടെ നിൽക്കണ്ട, നീ തങ്ങി നിൽക്കണ്ട, ഇതാ ഞാൻ പോവായി ഇവിടുന്ന്. ഈ ധാരകയും സമുദ്രത്തിൽ പോവായി. പിന്നെ കലികാലാണ്, വളരെ കഷ്ടമാണ് സജ്ജനങ്ങൾക്ക് കഴിഞ്ഞുകൂടാൻ ഇവിടെ. അതുകൊണ്ട് നീ പോയിക്കോളൂ. ഭഗവാനെ, ദാറ്റ് ഈസ് ടു മച്ച്. പറയാൻ എളുപ്പം അവിടത്തേക്ക്, പക്ഷെ ഇത് വിട്ടു പോകാൻ എളുപ്പമാണോ? ഒരാഴ്ച വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല നമുക്ക്. അയ്യോ, ശരിയല്ലേ? തീർത്ഥാടനോ സ്പിരിച്വൽ ക്യാമ്പിനൊക്കെ ആൾക്കാരോട് വരാൻ പറ, അയ്യോ ഒരാഴ്ച മാറി നിൽക്കേ സ്വാമി, വീട്ടൊക്കെ ഒലിച്ചു പോവോ? ഒന്നല്ല, എന്നാലും ആസക്തി, മമത, ശരിയല്ലേ? അപ്പൊ ഇത് എന്നേക്കുമായിട്ട് എല്ലാം ഉപേക്ഷിച്ച് പോകാനാണ് ഭഗവാൻ ഉദ്ധവനോട് പറഞ്ഞതേ. ഭഗവാനെ, എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് എനിക്ക് പറഞ്ഞു തന്നത്, പക്ഷെ അത് എനിക്ക് എങ്ങനെയായാൽ അനുഭവത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ, പ്രാക്ടിക്കലാക്കാൻ പറ്റുമോ, അതുപോലെ പറഞ്ഞു തരണേന്ന് അപ്പോഴാ പറഞ്ഞത്. യദിദം മനസാ വാച ചക്ഷുഭ്യാം ശ്രവണാദിഭി നശ്വരം ഗൃഹ്യമാണഞ്ച വിദ്ധി മായാമനോമയം. ഞാൻ ഒരു വഴി പറഞ്ഞു കൊടുത്തു. ഈ കാണുന്നത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണുന്നതും ഉള്ളിൽ മനസ്സുകൊണ്ട് അറിയുന്നതുമായിട്ട് എന്തൊക്കെയുണ്ടോ ഇതൊക്കെ നിരന്തരം മാറണത് നശ്വരടാ, ശാശ്വതലടാ, വെറും മനോമയാടാ, മനസ്സ് സങ്കല്പിച്ചുണ്ടാക്കണടാ, മനസ്സടങ്ങിയതൊന്നുമില്ല, ഉറക്കത്തിലൊന്നും നിശ്ചയില്ല നിനക്ക്. അതുകൊണ്ട് ഇതൊന്നും അല്ല സത്യം. സത്യം ഈ മനസ്സ് ഉള്ളപ്പോഴും മനസ്സ് ലോകത്തെ പൊക്കി പിടിച്ച് കാണിക്കുമ്പോൾ അതിന്റെ പുറകിൽ നിന്ന് അതിനെ പ്രകാശിപ്പിക്കുന്ന ഞാനാ. മനസ്സ് ലയിക്കുന്ന ഉറക്കത്തിലും ആ മനസ്സാക്ഷിയായി, ആ ഉറക്കത്തിനും സാക്ഷിയായിരിക്കുന്ന ആ ഞാനാ. ആ എന്നിൽ മനസ്സുറപ്പിക്കുക. അപ്പം നിനക്ക് മനസ്സിലാവും ഞാൻ തന്നെയായി ഈ ലോകത്തിന്റെ രൂപത്തിലിരിക്കണതെന്ന്. ഇങ്ങനെയൊക്കെ ഭഗവാൻ പറഞ്ഞു കൊടുക്കണല്ലേ. ഇതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞതേ. ഇത് വളരെ വിഷമാണ് തോന്നുന്നുണ്ടെങ്കിലോ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇത് ഉത്തമ ഭക്തിന്റെ നിലയാണ് കേട്ടോ. ഈ ഉത്തമ ഭക്തി ആണ് നമ്മുടെ ലക്ഷ്യം. ഇതാണ് നമ്മുടെ ജന്മ സാഫല്യം. ഇതാണ് നമുക്ക് നേടേണ്ടത്. ഇത്രയൊന്നും നമുക്ക് ആയിട്ടില്ലെങ്കിലും ശക്തി വേറിട്ട് സഞ്ചരിച്ചിടുവാൻ പാത്രമായില്ല. എന്നിട്ട് എന്ത് ചെയ്യുക? അതാവാൻ വേണ്ടിയിട്ട് ഞാനൊരു വഴി പറഞ്ഞുതരാം. അതാണ് തിരുനാമജപത്തിന്റെ മഹിമ. തിരുനാമം ജപിച്ച് ഭഗവാൻ ഭക്തി വളർത്തിയാൽ ഈ ഒരവസ്ഥയിലേക്ക് ആ ഭഗവത് ഭക്തി നമ്മളെ കൊണ്ടെത്തിക്കും. ആസക്തനെ ആസക്തി ഇല്ലാത്തവനാക്കി തീർക്കും.
ആസക്തി ഭഗവാനിലാക്കി തീർക്കും. നോക്കൂ ഈ ശ്ലോകം നമുക്ക് നമ്മുടെ തലത്തിൽ പറയണല്ലേ. പറയണു തിരുനാമത്തിൻ്റെ മാഹാത്മ്യം കേട്ടാലും എന്നാ